ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ അനുമോളെയും കൂട്ടിക്കൊണ്ട് ഏടത്തിമാരെല്ലാവരും കൂടി സ്റ്റേജിലേക്ക് ജീവൻ്റെ എടുത്തുകൊണ്ട് ഇരുത്താണ്. അപ്പോൾ ജീവനും അനുവിനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുക. തൻ്റെ മകളുടെ മുഖത്തെ ഈ സന്തോഷവും നാളെ മറ്റൊരു വീട്ടിലെ മരുമോളാക്കാൻ പോവുകയാണല്ലോ എല്ലാം കൂടി ഓർത്ത് ബാലനും ഗോമതിക്കും ഒക്കെ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും ഫോട്ടോ ഒക്കെ എടുത്ത് ആകാശും ആര്യനും എല്ലാവരും ചുറ്റും കൂടി നിൽപ്പുണ്ട്. എല്ലാവരും വളരെയേറെ സന്തോഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പെട്ടെന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ദേവിയുടെ മുഖം മങ്ങാണ്. അപ്പം മീനു തിരിഞ്ഞു നോക്കുമ്പോൾ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ദേവിയെടുത്തേ കാണുന്നത്. അപ്പം മിത്ര അടുത്ത് നിൽക്കുന്ന മിത്രനെ മാറ്റിക്കൊണ്ട് മീനു പറയും, നീ മാറി നിന്നേ, ഞാനങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് ദേവിയുടെ അടുത്തേക്ക് കയറി ചെല്ല. എന്താ എടുത്തി, എന്തു പറ്റി, പെട്ടെന്ന് എന്താ മുഖത്തൊരു സങ്കടം പോലെ? ഒന്നുമില്ലെന്ന് വെറുതെ പറയുന്നതാ, എന്തോ ഉണ്ട്. അത് പിന്നെ നാളെ അനുമോളുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ഞാനും പോകേണ്ടി വരത്തില്ലേ എന്ന് കണ്ണീരോടെ ദേവി പറയണം കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആനന്ദ് ഇതൊക്കെ കേൾക്കുക. എന്താ ഏടത്തി, അതിനെവിടെ പോകാനാ? നാളെ കല്യാണം കഴിഞ്ഞാൽ പോകുന്നത് അനുമോളല്ലേ, അല്ലാതെ ഏടത്തിയാണോ എന്ന് അപ്പോൾ നമ്മുടെ മീന് ചോദിക്കുകയാണ്. അതെ, അങ്ങനെ തന്നെയാ, ദേവിയെ പറഞ്ഞത് തിരിഞ്ഞു പോയതാ എന്ന് അപ്പോൾ ആനന്ദ് പറയും. നാളെ കല്യാണം കഴിയുമ്പം അനുമോൾ വേറൊരു വീട്ടിലേക്ക് പോവല്ലേ, അക്കാര്യമാണ് ദേവി പറയാൻ വന്നത്, അത് പറഞ്ഞപ്പം മാറിപ്പോയതാ എന്ന് പറയാം. അത് എടുത്തി എന്നപ്പോൾ മീനു വീണ്ടും ചോദിക്കുക. അതെ, അനുമോള് നാളെ കല്യാണം കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരും വിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോവല്ലേ, അതോർത്തപ്പം എനിക്ക് സങ്കടം വന്നതാ എന്ന് ദേവി പറയും. അത് സാരമില്ല എടുത്തി, അവള് നല്ലൊരു ജീവിതത്തിന് വേണ്ടിയല്ലേ പോകുന്നത്. എന്തായാലും ഞായറാഴ്ച ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും കൂടി അവളെ പോയി കാണാം, അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ ജീവൻ്റെ വീട്ടുകാരും ജീവനും ഒക്കെ നല്ല കുടുംബമാണ്, അനുമോളോട് നല്ല സ്നേഹമായിരിക്കും. അതുകൊണ്ട് എടുത്തി ഒന്നുകൊണ്ടും ടെൻഷൻ ആകണ്ട എന്ന് പറയാൻ കേട്ടോ. പെട്ടെന്ന് നമ്മുടെ ജീവൻ്റെ അമ്മ എല്ലാവരുടെയും മുന്നിലേക്ക് കയറി നിൽക്കുക. എന്നിട്ട് പറയും, പെൺകുട്ടിക്ക് പുടവ കൊടുക്കാനുള്ള അവകാശം സാധാരണ ചെറുക്കൻ്റെ പെങ്ങക്ക, പക്ഷേ ഇവിടെ മോളും മരുമോനും യൂക്കേലാണല്ലോ, അതുകൊണ്ട് ആ ചടങ്ങ് ഞാനങ്ങ് ചെയ്യാം. ഞാൻ പുടവ കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറയണം കേട്ടോ എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ നമ്മുടെ ബാലനും കോമതിയും പറയും, ഒരിക്കലുമില്ല, എന്ത് എതിർപ്പ്, ഈ ചടങ്ങുകളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചതല്ലേ, അപ്പം നമ്മുടെ സൗകര്യാർത്ഥം അതിൽ മാറ്റം വരുത്താനുള്ള അവകാശം നമ്മൾ മനുഷ്യർക്കുണ്ട് എന്ന് ജീവൻ്റെ അമ്മയോട് പറയുക. അങ്ങനെ ജീവൻ്റെ അമ്മ അനുമോൾക്കുള്ള പുടവ എടുത്ത് കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലൻ പറയും, മോളെ നന്നായിട്ട് പ്രാർത്ഥിച്ച് മേടിച്ചോളൂ എന്ന് പറയണേ. അങ്ങനെ സന്തോഷത്തോടു കൂടി അനുവിൻ്റെ കയ്യിലേക്ക് ആ പുടവ ജീവൻ്റെ അമ്മ കൊടുക്കുകയാണ്. അനുമോളും വളരെ സ്നേഹത്തോടെ അത് കയ്യിൽ ഏറ്റുവാങ്ങുകയാണ് കേട്ടോ. അപ്പം ഗോമതി അമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിക്കുമോളെ എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ നമ്മുടെ അനുശ്രീ ജീവൻ്റെ അമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹമൊക്കെ മേടിക്കാൻ കേട്ടോ. നന്നായി വരും, എൻ്റെ മോളായിട്ടേ ഞാൻ കാണത്തുള്ളൂ, അങ്ങനെ തന്നെയാ, എനിക്കൊരു മകൾ കൂടി അങ്ങനെ കരുതുന്നുള്ളൂ എന്ന് ജീവൻ്റെ അമ്മ സ്നേഹത്തോടു കൂടി പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ മീന് പറയും, ഞങ്ങളും കല്യാണം കഴിച്ചിവിടെ വന്നപ്പം മുതൽ ഇവിടുത്തെ ഈ അമ്മ ഞങ്ങളെ മരുമകളായി കണ്ടിട്ടേയില്ല, മകളായി തന്നെയാണ് കണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് സ്നേഹവും പരിഗണനയും ഈ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ ദേവിയും അത് ഏറ്റു പറഞ്ഞുകൊണ്ട് പറയും കേട്ടോ. അതെ, ഇവിടുത്തെ അമ്മ ഞങ്ങളുടെ സ്വന്തം അമ്മമാരെ ഞങ്ങളെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ, ഈ അമ്മയിൽ നിന്ന് കിട്ടിയ ആ അമൂല്യമായ സ്നേഹവും പരിഗണനയും ഒക്കെ അനുമോൾ ഏത് വീട്ടിൽ കല്യാണം കഴിച്ച് പോയാൽ അവിടെ അവൾക്കും കിട്ടണമെന്നാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പം നമ്മുടെ ഗോമതിക്ക് ഒരുപാട് അഭിമാനം തോന്നുവാണേ. ബാലനും ഗോമതി തോട്ടിക്കൊണ്ട് പറയാം, മരുമക്കളൊക്കെ നിന്നെ പൊക്കി പറയുന്നുണ്ടല്ലോ എന്ന്. മരുമക്കളല്ല, അവരെൻ്റെ മക്കളാ ബാലേട്ട എന്ന് അപ്പോൾ ഗോമതി തിരുത്തി പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ജീവൻ്റെ അമ്മയും പറയും, അങ്ങനെ തന്നെ കാണുള്ളൂ, കല്യാണം കഴിച്ചു വരുന്ന പെൺകുട്ടികൾക്ക് അവിടെ സമാധാനവും സന്തോഷവും നൽകുന്ന കുടുംബാന്തരീക്ഷം കൊടുക്കേണ്ടതേ ആ കുടുംബത്തിലുള്ളവരുടെയും കൂടി ഉത്തരവാദിത്വമാണ്. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഈ മോളെ ഞാൻ എൻ്റെ മോളായിട്ടേ കാണത്തുള്ളൂ, എൻ്റെ ഇളയ മകൾ. ആ സ്ഥാനവും പരിഗണനയും എന്നും അവൾക്ക് അവിടെ ഉണ്ടാവുകയും ചെയ്യും എന്ന് ജീവൻ്റെ അമ്മ പറയണം കേട്ടോ. അപ്പോൾ ജീവൻ്റെ അമ്മയുടെ ആ സംസാരം കൂടി കേൾക്കുമ്പം എല്ലാവർക്കും ഒരുപാട് സന്തോഷം തോന്നുവാണേ. ഇതേ സമയം സുകന്യ ഇതെല്ലാം കണ്ടും കേട്ടും അത്ര താല്പര്യമില്ലാതെ നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ആലോക സുകന്യയുടെ ഫോണിലേക്ക് തെരെ വിളിക്കുക. ഇവനത്തെ എന്താ എന്ന് അപ്പം സുകന്യ മനസ്സിൽ പറയാം. പെട്ടെന്ന് അനുമോളെ ഫോൺ വിളിക്കുന്നുണ്ട്. ആലോകിൻ്റെ ഫോൺ കോളാ എന്ന് കാണുമ്പം അനുവിന് വേഗം ടെൻഷനാവുക. അനു അത് കട്ടാക്കി വിടുക. അപ്പോൾ പെട്ടെന്ന് ടെൻഷനും അടിച്ച് ആകെ വല്ലാതിരിക്കുന്ന അനുവിനെ നമ്മുടെ ജീവനും ശ്രദ്ധിക്കുന്നുണ്ട്. എന്തു പറ്റി അനുശ്രീ, ആകെ ഒരു ടെൻഷൻ? ഒന്നുമില്ല, നാളെ കല്യാണമാണല്ലോ എന്ന് ഓർത്തിട്ടുള്ള ടെൻഷനാ എന്ന് അനു അപ്പോൾ പറയൂട്ടോ. അത്
താൻ മാത്രമല്ല ഞാനും ആദ്യമായിട്ടാണ് നാളെ കല്യാണം കഴിക്കാൻ പോകുന്നത്. എനിക്കും അതിൻ്റെ ടെൻഷൻ ഉണ്ടടോ. പക്ഷെ അതൊന്നും നമ്മളെ മുഖത്ത് പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. താൻ സമാധാനപ്പെട്. തന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഞാനല്ലേ. അതുകൊണ്ട് ആ സമാധാനവും സന്തോഷത്തോടും കൂടി വേണം താൻ ഇരിക്കാൻ എന്ന് ജീവൻ അനുമോളോട് പറയാണ് കേട്ടോ. എനിക്ക് വേറെ ടെൻഷനൊന്നും ഇല്ല ജീവൻ, ഞാൻ ഹാപ്പിയാ എന്ന് അനു അപ്പോൾ പറയണേ. പെട്ടെന്ന് സുകന്യ അലോകിൻ്റെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് അങ്ങ് മാറി നിൽക്കുക. എടാ അലോകെ, നിനക്കിത് എന്താ, നിങ്ങളെന്താ ഇത്രയും സമയമായിട്ട് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നേ എന്ന് അലോക് അപ്പോൾ ചോദിക്കും. എനിക്ക് അങ്ങനെ ചാടിക്കയറി എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലാണോ ഞാൻ? ഇവിടെ മുഴുവനും ബന്ധുക്കളും ആളുകളും ഒക്കെയാ. അതിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെ ഫോൺ എടുക്കാനാ? ആരെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ എൻ്റെ ഇവിടുത്തെ അവസ്ഥ നിനക്ക് ചിന്തിക്കാൻ പറ്റുമോ? ദേ, നിങ്ങൾ സഹായത്തിനുണ്ടെന്നും പറഞ്ഞിട്ടാ ഞാനിതിനൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോൾ ഫോൺ വിളിച്ചാലും എടുത്തോളണം. അനുശ്രീയുടെ കൈ ഫോൺ കൊടുക്കുക. എടാ, ഇപ്പോൾ അവളുടെ കൈ ഞാൻ എങ്ങനെ ഫോൺ കൊടുക്കാനാടാ എന്ന് അപ്പം ചോദിക്കുക. എങ്ങനെയെങ്കിലും ഫോൺ കൊടുത്തേ പറ്റൂ, എനിക്ക് അവളോട് സംസാരിച്ചേ പറ്റൂ എന്ന് പറയാം. എടാ, നീ ഇങ്ങനെ വാശി കാണിക്കരുത് എന്ന് അപ്പം സുകന്യ പറയാൻ കേട്ടോ. ദേ, ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു കഴിഞ്ഞു, എത്രയും വേഗം കൊണ്ട് അനുശ്രീയുടെ കൈ ഫോൺ കൊടുക്കുക, എനിക്ക് അവളോട് സംസാരിച്ചേ പറ്റുള്ളൂ എന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറി വരും. ഞാൻ അങ്ങോട്ട് കയറി വരണോ എന്ന് ചോദിക്കുക. വേണ്ട വേണ്ട വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും അവളുടെ കൈ കൊണ്ട് കൊടുക്കാം എന്ന് അപ്പം സുകന്യ പറയാൻ കേട്ടോ. ഇതേ സമയം അനുശ്രീ ആണെങ്കിൽ അവളുടെ റൂമിലേക്കൊന്ന് വന്നതാണ് കേട്ടോ, ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കാനായിട്ട്. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം അലോകിൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുക. പെട്ടെന്ന് സുകന്യ ഓടിപ്പാഞ്ഞു വരിക. ദേ, അലോക വിളിക്കുന്നത്, നിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞ് ആകെ ദേഷ്യത്തിലാ ചെറുക്കൻ എന്ന് പറയാം. ദേ ചേച്ചി, അവൻ്റെ ഒരു കാര്യം എനിക്ക് കേൾക്കണ്ടെന്ന് എത്ര തവണ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, എനിക്ക് അവൻ്റെ ഫോൺ കോളും വേണ്ട എന്ന് പറയാം. ദേ, അനുമോളെ ആകെ പ്രശ്നമാണ്, അവനൊക്കെ പ്രാന്ത് പിടിച്ച് നടക്കുക. നിന്റെ കയ്യിൽ ഫോൺ തന്നില്ലെങ്കിൽ ഇങ്ങോട്ട് കയറി വരുമെന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഇങ്ങോട്ട് പോയി കയറി വരാനോ ഈ സാഹചര്യത്തിലോ? അതുകൊണ്ടാണ് ഞാൻ ഈ തിരക്കിനിടയിലും എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഈ ഫോൺ നിന്റെ കയ്യിൽ തരാനായിട്ട് വന്നത്. നീ അവനെ പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കുക. ഇപ്പോൾ അവനെങ്ങാനും ഇങ്ങോട്ട് കയറി വന്നാലത്തെ അവസ്ഥ നിനക്കറിയാലോ. ആ ജീവനും അവൻ്റെ ബന്ധുക്കൾ ആരും പോയിട്ടുമില്ല, അതുകൊണ്ട് ആകെ പ്രശ്നമാകും. നീ എന്തായാലും ഈ ഫോൺ കോൾ ഒന്ന് അറ്റൻഡ് ചെയ്യുക എന്ന് പറയാം. അപ്പം നമ്മുടെ അനു പേടിച്ച് വിറച്ച് അലോകിൻ്റെ ഫോൺ എടുക്കാൻ കേട്ടോ. നിനക്കിത് എന്താ വേണ്ടേ? എന്നെ സമാധാനത്തോടെ ജീവിക്കാൻ നീ സമ്മതിക്കില്ലേ അലോകെ എന്ന് ചോദിക്കാം. എന്നെ ചതിച്ചിട്ട് നീ അങ്ങനെ സമാധാനത്തോടെ ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം. നിന്റെ ഈ കല്യാണം ഞാൻ നടത്തില്ലടി എന്ന് പറയാം. ദേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും നിന്നോട് ഞാൻ മാപ്പ് പറയാം. ഞാൻ കാരണം നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനൊക്കെ സോറി പറയാം. ദയവ് ചെയ്ത് എൻ്റെ പിന്നാലെ നടന്നിങ്ങനെ ഉപദ്രവിക്കരുത് എന്ന് വീണ്ടും അനുശ്രീ അലോകിനോട് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ സുകന്യം പുച്ഛത്തോടു കൂടി അനുവിനെ നോക്കുക. അവളുടെ ഒരു മാപ്പ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ അവളുടെ കാര്യം നടക്കാനായിട്ട് അവളൊരു മാപ്പും കോപ്പുമായിട്ട് വന്നിരിക്കുന്നു. നിനക്ക് നാണമുണ്ടോടി? ഓക്കെ, ഞാൻ നീ പറഞ്ഞ മാപ്പ് സ്വീകരിക്കാം. അങ്ങനെ നീ വെറുതെ മാപ്പ് പറഞ്ഞാൽ പോരാ, എൻ്റെ കാല് വീണ് നീ സാഷ്ടാംഗം വീണ് മാപ്പ് പറയണം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിൻ്റെ ഈ മാപ്പ് പരിഗണിക്കാം എന്ന് പറയാൻ കേട്ടോ. എൻ്റെ പൊന്നലോകെ, നീ എന്തൊക്കെയായി വിളിച്ച് പറയുന്നത്? ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഇത്രയെങ്കിലും നീ എന്നോട് ചെയ്യണം. കാരണം സ്നേഹം നടിച്ച് എന്നെ വഞ്ചിച്ചവളാ നീ. ആ വേദന എൻ്റെ ഹൃദയത്തിൽ നിന്ന് പോകണമെങ്കിൽ നിന്നെ എനിക്ക് നേരിട്ട് കാണണം. നീ എൻ്റെ കാലിൽ പിടിച്ച മാപ്പ് പറയാ. നിന്നോട് ക്ഷമിക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കാം. എൻ്റെ പൊന്നലോകെ, ഞാൻ എന്ത് വേണമെങ്കിലും പറയാം എന്ന് പറയാം. ഇങ്ങനൊരു മാപ്പല്ല എനിക്ക് വേണ്ടത്. നീ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ മാപ്പ് പറയണം. ഫോണിൽ കൂടെ നീ അങ്ങനെ മാപ്പ് ഉണ്ടാക്കണ്ട. നേരിട്ട് നീ വരണം, എൻ്റെ മുന്നിൽ നിന്ന് ക്ഷമ ചോദിക്കണം. അതിന് നിനക്ക് കഴിയുമോ? ഇവനിത് എന്താ? എൻ്റെ പൊന്നലോകെ, എനിക്കിപ്പോൾ അതൊന്നും വരാൻ പറ്റത്തില്ല. നിൻ്റെ മുന്നിൽ വരണമെന്ന് പറഞ്ഞാൽ ഇന്ന് ഇപ്പോൾ ഈ നിമിഷം നീ എൻ്റെ മുന്നിൽ വരണം, എത്തിയേ പറ്റൂ എന്ന് അലോക് വാശിയോടെ പറയാ. ഞാൻ പുറത്ത് ആ വളവിൽ നിന്നെ കാത്തു നിൽക്കും. നീ ചേച്ചി മൊത്തം ഇറങ്ങണം. എടാ, അതൊന്നും നടക്കില്ല. നീ പുറത്തേക്ക് മര്യാദയ്ക്ക് വന്നു, 2 മിനിറ്റ് നേർക്ക് നേർ കാണണം. ഒക്കെ പറഞ്ഞ് തീർക്കുന്നു, നീ തിരിച്ചു പോകുന്നു. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. അത് കേൾക്കുമ്പോഴത്തേക്കും അനുശ്രീ പറയും, അലോക് പ്ലീസ്, നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കരുത്. അനു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബാക്കി എന്താണെന്ന് വെച്ചാൽ നീയും ചേച്ചിയും കൂടി തീരുമാനിച്ച് എന്താണെന്ന് വെച്ചാൽ നടപ്പിലാക്കുക. നീ എൻ്റെ അടുത്തേക്ക് വന്നില്ലെങ്കിൽ ഞാൻ നിൻ്റെ അടുത്തേക്ക് ഒരു വരവങ്ങ് വരും. നിൻ്റെ വീടുണ്ട് ആ ദേവമംഗലം, അവിടേക്ക് അത് നീ ഉടനെ തന്നെ കാണും എന്ന് പറയാം. ഹലോ അലോക്, എടാ ഹലോ എന്ന് പറഞ്ഞ് അനുവാണെങ്കിൽ വെപ്രാളത്തോടെ വിളിക്കും കേട്ടോ. വീണ്ടും എന്നു എന്തായി, അവനെന്താ പറയുന്നേ എന്ന് അപ്പം സുകന്യ വന്ന് ചോദിക്കുക. ഇങ്ങോട്ടെങ്ങാനും ചാടിക്കേറി വരുമോ? ഞാൻ മാപ്പ് പറയണമെന്ന്, ഇല്ലെങ്കിൽ ഇങ്ങോട്ടവൻ വരുമെന്നൊക്കെയാണ് പറയുന്നേ. ചേച്ചി, ഞാനിപ്പോൾ എന്താ ചെയ്യുക? മോളെ, അവനൊരു വട്ട് ചെറുക്കനാ. നീ അവനെ നേരിട്ട് കണ്ട് മാപ്പ് പറഞ്ഞേക്ക്. അതുകൊണ്ട് തീരുമെങ്കിൽ തീരട്ടെ. ചേച്ചി,
അതെങ്ങനാ മോളെ, നീ മാപ്പ് പറഞ്ഞാൽ ഇതങ്ങ് ഒത്തുതീർപ്പാകും. അവൻ അവൻ്റെ വഴിക്ക് പൊയ്ക്കോളും. നീ എന്തായാലും പോയി മാപ്പ് പറ. അവൻ എവിടെ ഉണ്ടെന്ന് നിന്നോട് പറഞ്ഞേ എന്നപ്പോൾ സുകന്യ ചോദിക്കുക. പുറത്ത് ആ വളവിലുണ്ടെന്നാ പറഞ്ഞേ, അവനെന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നാ പറയുന്നേ. മോള് പോയിട്ട് വാ. ചേച്ചി എങ്ങനെ സാധിക്കും? ഇവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് ഞാൻ എങ്ങനെ പുറത്തു പോകാനാ? അതിനുള്ള വഴിയൊക്കെ ഉണ്ടാക്കാം. നമുക്ക് അടുക്കള വശത്തോടെ പുറത്തു പോകാം. മോള് വാ, ഞാൻ നിന്നെ കൊണ്ടുപോകാം എന്ന് പറയാൻ കേട്ടോ. അപ്പം അനുശ്രീ ആകെ പേടിച്ച് വിറച്ച് പോണോ വേണ്ടോ എന്നുള്ള രീതിയിൽ നിൽക്കുക. അത് കാണുന്ന സുകന്യ അടുത്തേക്ക് ചെല്ലും. മോളെ, നീ ഇനി കൂടുതൽ ചിന്തിക്കല്ലേ. മോളെ വാ, വരാനാ പറഞ്ഞത്. അവനിങ്ങോട്ട് ഇപ്പോൾ കയറി വന്നാലത്തെ അവസ്ഥ എന്താകും? മോളെ ഒന്നുമില്ല, നീ അവനോട് ചെന്ന് പോയി ഒരു മാപ്പ് പറയുന്നു, എന്നിട്ട് തിരിച്ചു വരുന്നു. ഒരു 5-10 മിനിറ്റത്തെ കാര്യമുള്ളൂ. ഇത് പ്രശ്നമാകുമോ ചേച്ചി? ഇല്ലെന്നേ. പെട്ടെന്ന് നമ്മുടെ ഗോമതി ആണെങ്കിൽ അവിടെയുള്ള ഗസ്റ്റുകളോടൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. പെട്ടെന്നാണ് സുകന്യയും അതുപോലെ അനുശ്രീയും കൂടി പോകുന്നത് കാണുന്നത്. ആഹാ, നിങ്ങളിത് എങ്ങോട്ട് പോകുന്നു? ചോദിച്ചത് കേൾക്കുന്നില്ലേ? രണ്ടുപേരോടെ എങ്ങോട്ട് പോവാണെന്ന്. അപ്പം അനുശ്രീയാണെ തപ്പിത്തടയുവേ. അപ്പം പെട്ടെന്ന് സുകന്യ പറയും, അത് പിന്നെ ചേച്ചി, അനുവിൻ്റെ കല്യാണ ഡ്രസ്സ് അല്ലേ? ആ, അതിനെന്താ? അത് അതിനകത്തൊരു നെക്ലസ് ഇല്ലേ? ആ നെക്ലസ് ചേരുമെന്ന് നോക്കാനായിട്ട് പോകുന്നതാ. നെക്ലസ് ഒത്തു നോക്കാനോ? അത് നോക്കിയിട്ട് ഇപ്പം വരാൻ ചേച്ചി. അല്ല, അതിപ്പോൾ അത്ര അത്യാവശ്യമുള്ള കാര്യമൊന്നും അല്ലല്ലോ എന്ന് അപ്പോൾ ഗോമതി പറയാണ്. രാവിലെ നോക്കിയാലും മതി. ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ചെന്ന് കിടന്ന് ഉറങ്ങ് എന്ന് പറയാം. പെട്ടെന്ന് വേറെ ഗസ്റ്റുകളൊക്കെ വരികയാണ് കേട്ടോ. ആഹാ, എപ്പോഴാ എത്തിയേ എന്ന് പറഞ്ഞ ഗോമതി അവരെല്ലാം വിളിച്ചുകൊണ്ട് പോവുകയും സംസാരിക്കുകയും അവർക്ക് വേണ്ടതൊക്കെ എടുത്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുവാണ് കേട്ടോ. ഇതേ സമയം സുകന്യയും അനുശ്രീയും കൂടി എങ്ങനെയും പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പം ഗോമതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പം അവർക്ക് പുറത്ത് കിടക്കാനായിട്ട് അവിടെ പാത്തു പതുങ്ങി രണ്ടുപേരോട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം സുകന്യ പെട്ടെന്ന് എത്തി നോക്കിയിട്ട് പറയും, വാ വാ വാ, വേഗം നമുക്ക് കടന്നു പോകാം. ഗോമതി ചേച്ചി അങ്ങോട്ട് മാറിയിട്ടുണ്ട് എന്ന് പറയൂട്ടോ. ആ തക്കത്തിന് സുകന്യ ഒരു വിധത്തിൽ അനുശ്രീയും കൊണ്ട് ആലോക് പറഞ്ഞ സ്ഥലത്തേക്ക് പമ്മി പോവാണ് കേട്ടോ. വാ അനു, ശ്രദ്ധിച്ച് വരണം. ആരെങ്കിലും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ തീർന്നു. പെട്ടെന്നാണ് ധർമ്മൻ അവിടെ നിന്ന് സംസാരിക്കുന്ന കാണുന്നത്. അയ്യോ ധർമ്മേട്ടൻ, നമ്മളെ ഇപ്പം ധർമ്മേട്ടനെങ്ങാനും കണ്ട ആകെ പ്രശ്നമാകും. നീ മിണ്ടരുത് എന്ന് അനുവിനോട് പറയാൻ കേട്ടോ സുകന്യ. വാ വാ, പെട്ടെന്ന് തിരിച്ചു പോകാം എന്ന് പറയുകയാണേ. അപ്പം രണ്ടുപേരും കൂടി തിരിച്ചു പോയി ഒരു മരത്തിൻ്റെ മറവിൽ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ധർമ്മനാണെങ്കിൽ ശബ്ദം കേട്ടതുപോലെ തോന്നിയിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പം അവിടെ എങ്ങും ആരെയും കാണുന്നുമില്ല. അപ്പം ധർമ്മം പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് വീണ്ടും എത്തി സുകന്യ നോക്കുവാണേ. അപ്പം ധർമ്മനാണെങ്കിൽ തിരിഞ്ഞു നിന്ന് സംസാരിക്കുകയാണെന്ന് കാണുന്ന സുകന്യ വീണ്ടും പാത്തും പതുങ്ങിയും അനുവിനെയും കൊണ്ട് അവിടെ കടക്കാനായിട്ട് നോക്കൂ കേട്ടോ. ബാ, ധർമ്മേട്ടൻ അങ്ങ് മാറിയിട്ടുണ്ട്, പെട്ടെന്ന് പോ. ഇപ്പം എല്ലാവരും അകത്താ, നീ പോയി അലോകിനോട് സംസാരിക്കുക എന്ന് പറയാൻ കേട്ടോ. അപ്പം സുകന്യയുടെ ഫോണിലേക്ക് അലോക് വിളിക്കുക. ഞാനിവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേയായി. അവൾ എന്നെ കാണാൻ വരില്ലെങ്കിൽ പറയുക, എന്ത് വേണമെന്ന് എനിക്കറിയാം. എൻ്റെ പൊന്നലോകെ, അവൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. നീ ഒന്ന് അടങ്ങ്. ഇങ്ങനെ പെട്ടെന്ന് ചാടിക്കയറി വരാൻ പറ്റുമോ? ഇതൊരു കല്യാണ വീടാ, ഇവിടെ മുഴുവനും ആളുകളാ. ഇവരുടെ കണ്ണ് വെട്ടിച്ച് വേണം അവളെ എനിക്ക് അങ്ങോട്ട് പറഞ്ഞയക്കാൻ. അപ്പോൾ പെട്ടെന്ന് അലോക് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് അവൻ പറഞ്ഞ ആ വളവിൽ അനുശ്രീനെ കാത്തിരിക്കുവാണേ. പെട്ടെന്ന് അനുശ്രീ പാത്തും പതുങ്ങിയും അങ്ങോട്ട് വരും. പെട്ടെന്ന് അലോകിനെ കാണുമ്പം അനുവിന് ദേഷ്യം വരിക. നിനക്കിത് എന്തിൻ്റെ സൂക്കേടാടാ? എൻ്റെ പിന്നാലെ നടന്ന് ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ മാത്രം എന്ത് ദ്രോഹമാണ് ഞാൻ നിന്നോട് ചെയ്തത്? ദ്രോഹം മുഴുവനും ചെയ്തതും ചെയ്തു കൂട്ടിയതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ നീയാ. എന്നിട്ട് നിനക്ക് നാണമില്ലേ എന്ന് ചോദിക്കുക. എനിക്കൊരു നാണവും ഇല്ലടി. ഞാൻ ഇത്രമാത്രം നിനക്ക് എന്നോട് ദ്രോഹം ചെയ്യാൻ എങ്ങനെ തോന്നുന്നടാ? അതിനൊറ്റ കാരണമേ ഉള്ളൂ, നീ ദേവമംഗലത്ത് ജനിച്ചു പോയതുകൊണ്ട്, ആ ബാലൻ്റെ മകളായി ജനിച്ചതുകൊണ്ട്. ദേവമംഗലത്തുകാരോടുള്ള എൻ്റെ പക ഞാൻ മരിച്ചാലും അടങ്ങില്ലടി എന്ന് പറയാണ്. എന്നു മുതലായടാ ഞാൻ ദേവമംഗലത്തെ അനുശ്രീയായി നിനക്ക് മാറിയത്? നീ എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞാടാ എന്നെ കൺവിൻസ് ചെയ്തത്? നമ്മൾ തമ്മിലുള്ള കല്യാണം നടന്ന ഈ ഇരു കുടുംബങ്ങൾക്കും ഇടയിലുള്ള എല്ലാ ദേഷ്യവും വൈരാഗ്യവും തീരുമെന്ന് വരെ എൻ്റെ മുഖത്ത് നോക്കി നീ പറഞ്ഞിട്ടില്ലേടാ എന്ന് അനുശ്രീ ചോദിക്കുക. ഞാനങ്ങനെ പലതും പറയും, അതൊക്കെ എൻ്റെ കാര്യം നടക്കാനാ. നീ ശരിക്കും ഒരു കള്ളം തന്നെയാ എന്ന് പറയാം. അനുശ്രീ, ഞാൻ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാകും. അതൊക്കെ വിശ്വസിച്ച് ഞാൻ നിന്നെ സ്നേഹിച്ചു. ആത്മാർത്ഥമായിട്ട് തന്നെയാ ഞാൻ നിന്നെ സ്നേഹിച്ചത്. പക്ഷെ നീ എന്നെ ചതിക്കുകയായിരുന്നു. നിന്നെപ്പോലൊരു ദുഷ്ടനെ ഞാൻ ഈ ജന്മത്തിൽ കണ്ടിട്ടില്ല. അത് മനസ്സിലായപ്പോഴാണ് ഞാൻ നീയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചത്. അല്ല, നീ എന്നോട് മാപ്പ് പറയാൻ വന്നതാണോ എന്നെ കുറ്റപ്പെടുത്താൻ വന്നതാണോ? പറയടി എന്ന് ചോദിക്കുക. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? ഞാൻ നിന്നോട് മാപ്പ് പറയണം. ശരി, ഞാൻ മാപ്പ് പറയാം.
പറഞ്ഞേക്കാം എന്ന് പറയാം. ഞാൻ മാപ്പ് പറഞ്ഞാ നീ പിന്നെ എൻ്റെ പിന്നാലെ വരില്ലല്ലോ എന്ന് ചോദിക്കാം. അത് നീ മാപ്പ് പറ, അതിനുശേഷം അക്കാര്യങ്ങൾ തീരുമാനിക്കാം. നിന്റെ മാപ്പ് പറച്ചിൽ എൻ്റെ ഹൃദയത്തിൽ തട്ടണം, നിന്നോട് എനിക്ക് അലിവ് തോന്നണം. അപ്പം ഞാൻ നിന്റെ വഴിക്ക് വിടും. അതുമാത്രമേ ഉണ്ടാവുള്ളൂ. നിന്നെ വിശ്വസിച്ചതിനും നിന്നെ സ്നേഹിച്ചതും ഒക്കെ എൻ്റെ തെറ്റാടാ, എൻ്റെ തെറ്റ്. ബാക്കിയും കൂടി പോരട്ടെ. നിന്റെ ഉള്ളിലിരിപ്പ് അറിയാതെ നിന്റെ ഒപ്പം ഒരു ജീവിത സ്വപ്നം കണ്ടത് എൻ്റെ തെറ്റാ എന്ന് ഹനു വീണ്ടും പറയാൻ കേട്ടോ കരഞ്ഞുകൊണ്ട്. എൻ്റെ പാർട്ട്ണറിൻ്റെ സ്ഥാനത്ത് നിന്നെ കണ്ടതും എൻ്റെ തെറ്റാണ് എന്ന് ഹനു വീണ്ടും പറയാം. ഹോ, ഇതൊന്നും എൻ്റെ മനസ്സിൽ കൊള്ളുന്നില്ല, ഞാൻ ചെയ്തതെല്ലാം തെറ്റാ പോരെ എന്ന് ചോദിക്കാം. ഇതാണോടി മാപ്പ് പറച്ചില്? ഇത് മാപ്പ് പറച്ചിലല്ല. നിന്നെ പോലെ ഒരു വാഴയെ ഞാൻ സ്നേഹിച്ചു പോയല്ലോ, അതല്ലേ നീ കൈകൂപ്പിക്കൊണ്ട് ഇൻഡയറക്റ്റായിട്ട് എന്നോട് തന്നെ പറഞ്ഞത്. നിനക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അലോകെ, ആരും അറിയാതെ ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നത്. ഓ, അതിനിപ്പോൾ ഞാനെന്ത് വേണം? ഞാനിവിടെ ഉള്ള കാര്യം ആ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും. എടി, പ്രശ്നമാകട്ടെ. പ്രശ്നമായാൽ തന്നെ എന്താ സംഭവിക്കുക? കൂടിപ്പോയാൽ നിന്റെ കല്യാണം അങ്ങോട്ട് മുടങ്ങും, അത്രയല്ലേ ഉള്ളൂ എന്ന് അലോക് അപ്പം ചോദിക്കുകയാണ് കേട്ടോ. കല്യാണം മുടങ്ങട്ടെ, എന്നെ പ്രേമിച്ചിട്ട് മറ്റൊരാളെ കല്യാണം കഴിച്ച് ജീവിക്കാൻ പോവാണല്ലേ നീ? അലോക്, നീ എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല അലോക്. സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ചിട്ടേ ഉള്ളൂ. യഥാർത്ഥ സ്നേഹം എന്താണെന്ന് നിനക്കൊട്ട് അറിയത്തുമില്ല എന്ന് ഹനു അപ്പം അലോകിനോട് പറയാം. നീ എന്നെ ചതിക്കാൻ വേണ്ടി അഭിനയിച്ചതാ. അത് നിന്റെ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. നീ വളർന്ന സാഹചര്യം അങ്ങനെയാണ്. പകയും ദേഷ്യവും വിദ്വേഷവും കണ്ടാ നീ വളർന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ദയവ് ചെയ്ത് എനിക്ക് മാപ്പ് തരണം അലോക് എന്ന് ഹനു വീണ്ടും പറയാം. എൻ്റെ വഴിക്ക് വിട്ടേക്ക്. അടുത്ത അടവ് കൊള്ളാലോടി നീ എന്ന് ചോദിക്കാം. ഇനി ഞാൻ പൊയ്ക്കോട്ടെ? ഓഹോ, അതെങ്ങനെ പോകും? അങ്ങനെ പോകാൻ വേണ്ടി അല്ലല്ലോ നിന്നെ വരുത്തിയത് എന്ന് ചോദിക്കാം. ഇനി പോവാ ഇവിടുന്ന് എന്ന് പറയുമ്പോൾ, ഓ, നീ പോവാണോ? നീ പോകുന്ന എനിക്കൊന്ന് കാണണമല്ലോ എന്ന് അലോക് അപ്പം പറയാം. അല്ലെങ്കിലും നിന്നെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. ചതിയും വഞ്ചനയും നിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാ. ഇപ്പം പോലും എന്നെ വഞ്ചിച്ചല്ലേ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? എൻ്റെ മോർഫ് ചെയ്ത ഫോട്ടോകൾ എല്ലാവരെയും കാണിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയല്ലേ നീ എന്നെ ഇങ്ങോട്ട് വരുത്തിച്ചത്? അതെ, ഞാനങ്ങനെ പലതും ചെയ്യും. നീ ഒരു മണ്ടി ആയതുകൊണ്ട് നീ ഇങ്ങോട്ട് വന്നു വിട്ടു എന്ന് അപ്പം അലോക് പറയാൻ കേട്ടോ. ഇതേ സമയം ഗസ്റ്റുകളെല്ലാം അത്യാവശ്യം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗോമതിയും ബാലനും അവരുടെ റൂമിൽ കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ബാലൻ ഉറക്കമില്ലാതെ ഇങ്ങനെ ഇരിക്കുക. അത് കാണുന്ന ഗോമതി അടുത്തേക്ക് വന്നിട്ട് പറയും, പെൺകുട്ടികളുടെ കല്യാണ തലേന്ന് എല്ലാ അച്ഛനമ്മമാരുടെ അവസ്ഥ ഇതായിരിക്കും അല്ലേ ബാലേട്ട എന്ന് ചോദിക്കുക. എന്തവസ്ഥ എന്ന് ബാലൻ അപ്പം ഗോമതിയോട് ചോദിക്കുക. അതല്ല, ഉറങ്ങാൻ പോലും കഴിയാതെ ചിന്തിച്ചിരിക്കുമായിരിക്കും എന്ന് പറയാൻ കേട്ടോ. അപ്പം ബാലന് ആകെ സങ്കടമാണേ. നാളെ അനുമോളെ മറ്റൊരു വീട്ടിലേക്ക് അയക്കുകയാണല്ലോ. ചിന്തിച്ച് രണ്ടുപേരും കൂടി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. തങ്ങളുടെ പൊന്നോമന മോള് നാളെ മുതൽ മറ്റൊരു വീട്ടിൻ്റെ മകളാ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച്. ഇതേ സമയം അലോക് അനുവിനെ പിടിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നീ എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നത് എനിക്കൊന്ന് കാണണം. നിന്നെ ഇനി എൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ എനിക്ക് പറ്റുമെങ്കിൽ നിന്റെ കല്യാണം മുടക്കാനും എനിക്ക് സാധിക്കും. അല്ലനു, നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ പറ്റിയൊക്കെ നീ ആ ചെറുക്കനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അതൊക്കെ നീ എന്തിനാ അറിയുന്നേ? അല്ല, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് വളരെ നല്ലതാ എനിക്ക് എന്ന് പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും അനു ആണെങ്കിൽ അവിടെ ഓടാൻ തുടങ്ങും. നീ എങ്ങോട്ടാ ഈ ഓടുന്നത്? ഈ പാതിരാത്രി നിന്നെ രക്ഷിക്കാൻ ദേവമംഗലത്തുനിന്ന് നിന്റെ പുന്നാര ഏട്ടന്മാരാരെങ്കിലും വരുമെന്നാണോ നീ കരുതുന്നത്? ഇനി നീ എൻ്റെ പിടിയിൽ തന്നെ അടി എന്ന് പറഞ്ഞ് അവളെ പിടിച്ചു വലിച്ച് വണ്ടിയിലേക്ക് കയറാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പം അലോകിൻ്റെ കൈ വിടിയിപ്പിച്ച് അനു അവിടെ നിന്ന് ഓടുക. പെട്ടെന്ന് കുറേ ആണുങ്ങൾ വന്ന് അവളെ വളയുവാണ്. എങ്ങോട്ടാ പെങ്ങളെ, എങ്ങോട്ടാ ഈ ഓടുന്നത് എന്ന് ചോദിക്കുക. അത് പിന്നെ ചേട്ടാ, എന്നെ രക്ഷിക്കണം, ഇവൻ എന്നെ പിടിക്കാൻ നോക്കുക എന്ന് പറയാം. അയ്യോ, അവൻ മോളെ പിടിക്കാൻ നോക്കിയോ? അത് സാരമില്ല, മോളെ പിടിക്കാൻ അവനെ സഹായിക്കാനാ ഈ ചേട്ടന്മാർ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അനുമോൾ ആകെ പെട്ടിരിക്കുകയാണ്. അനുമോളുടെ മുന്നിൽ വേറെ വഴികളൊന്നുമില്ല. അലോക് പിടിച്ചു വലിച്ച് അവളെ വണ്ടിയിൽ കയറ്റാനായിട്ട് നോക്കുക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക്